1,50,000. ശരിയല്ലേ മേന്നെ? ആ, പിന്നെ മേന്നെ അറിയാത്ത കാര്യമൊന്നുമല്ല, എന്നാലും പറയുക, ഒരു പ്രൈവറ്റ് കമ്പനി എന്ന നിലയ്ക്ക് നമുക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. ഇവിടെ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളൊന്നും ഇല്ലെന്നറിയാലോ. എന്ന് പറഞ്ഞാൽ ഇതാണ് മേന്ന് ഈ കമ്പനിയിൽ നിന്ന് കിട്ടാവുന്ന അവസാനത്തെ പ്രതിഫലം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. ഇറങ്ങട്ടെ. ശരി. മേന്നെ, ഈ ലോകത്ത് പണമില്ലാത്തവൻ വെറും പിണവാ. എൻ്റെ അനുഭവം അറിയാമല്ലോ. ഭൂമി സൂര്യനെ ചുറ്റുന്ന പോലെ മനുഷ്യർ മുഴുവൻ പണത്തിന് ചുറ്റും കറങ്ങുക. തൻ്റെ ഈ പണം ഇരിക്കുന്നിടത്തോളം കാലമേ തനിക്ക് മാന്യതയുള്ളൂ. ഇതെന്ന് തീരുന്നോ അന്ന് മുതൽ താൻ വെറും തെണ്ടിയാ. ചേടോ, മഹേന്ദ്രൻ തമ്പിയല്ല ചന്ദ്രശേഖര മേനോൻ. എനിക്ക് ഈ വക തലവേദനകളൊന്നുമില്ല. എൻ്റെ കുടുംബത്തില് ഒരു ധനകാര്യമന്ത്രിയുണ്ട്, പാറൂട്ടി. ഈ ചെക്ക് കൊണ്ടുപോയി അവളെ ഏൽപ്പിക്കുക, അവളുടെ തീരുമാനങ്ങൾക്കൊക്കെ തല ഉലക്കുക, അത്രയേ ഉള്ളൂ. പാർവതി, പാർവതി, പാറൂട്ടിയേ, പേടിച്ചൂലോ? എപ്പത്തി വട്ടാണം. ഉച്ച കഴിഞ്ഞു. നീയുണ്ടോ? എന്താ ലീവാ? അല്ല, എടുത്തതാ. ആ, അതെന്താ? അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് സുമിത്ര ഒരേ ബഹളം. എന്താടി? ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു വെച്ചാ. എന്താ, അച്ഛൻ മരിച്ചുപോയിന്നാ? എന്തൊക്കെയായി പറയണേ? എടോ, ഈ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാ ഒരുതരം മരണം തന്നെയാ. ബാലനൊന്നും തോന്നണ്ട കേട്ടോ. റിട്ടയർഡ് ആയത് മുതല് ഇങ്ങനെയൊക്കെയാ സംസാരം. ദേ, തമ്പി സാർ പറഞ്ഞത് മറന്നോ? ഓ, ചിരിച്ചോണ്ട്. ഓക്കെ ഓക്കെ, താനിങ്ങ അടുത്ത് വാ. ചിരിച്ചോണ്ട് ഒരു കർമ്മം നിർവഹിക്കാനുണ്ട്. എന്താ? 1,50,000 ഉറുപ്പികയുടെ ചെക്കാണ്. സൂക്ഷിച്ചു വയ്ക്കുക, നാളെ കൊണ്ടുപോയി ബാങ്കിൽ ഇടണം. ഇതെന്താ? ഇനി മധുര നല്ല കോഴിക്കോട് ഹൽവയാണ്. എല്ലാവർക്കും കൊടുത്തിട്ട് താനും കഴിക്കുക. ഇനി ഒരു സാധനം കൂടിയുണ്ട്, തനിക്കുള്ളൊരു സമ്മാനം. ഇടയ്ക്കിടയ്ക്ക് താൻ ആവശ്യപ്പെടാറുള്ള ഒരു സാധനം. എന്താന്ന് പറയാമോ? സിന്ദൂരച്ചപ്പാവും. തോറ്റൂലോ തന്നെ കൊണ്ട് ഞാൻ. നിറച്ച് സിന്ദൂരമുണ്ട്. കുളിച്ച് സിന്ദൂരമൊക്കെ ഇട്ട് വൈകുന്നേരം അമ്പലത്തിൽ പോയി നമുക്ക് ദീപാരാധന. അലുവ തരും. ഇപ്പൊ എന്തായി? കാശട് ഉണ്ട കണ്ണു പിടിക്കൊന്നും വേണ്ട. എടി, ഒറ്റ തേമ്പോച്ചല്ലോ. ബെറ്റ് വെച്ചപ്പോ എന്താ പറഞ്ഞേ? സിറ്റിയിൽ നിങ്ങൾ നടക്കിൽ എത്തും മുമ്പ് ഞാൻ പഠിപ്പുര കഴിഞ്ഞിരിക്കുന്നല്ലേ? എടാ, നാളെ തരാം. വേണ്ട 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 വേണ്ട. ബെറ്റ് വെക്കുന്നതിനും ചീട്ട് കളിക്കുന്നതിനും കടവില്ല. റെഡി ക്യാഷ്. അത് തരാൻ രണ്ടെണ്ണത്തിന് ഞാൻ പടിയേറ്റില്ല പറഞ്ഞേക്കാം. അങ്ങനെ പറഞ്ഞു. എന്താണ് അവിടെ? ഇങ്ങനാണേ ബെറ്റ് വെച്ച് നീ കൊറേ പണം ഉണ്ടാക്കും. പക്ഷെ തരണ്ടേ? സുമിത്രടുത്ത് എത്തിയോ? വാ 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 മോളെ. എന്താ തിന്നുന്നത്? ഹൽവ ചോദിക്കട്ടെ. ആ, മുത്തച്ഛ കൊണ്ടുവന്നതാ. മുത്തച്ഛ എല്ലാവർക്കും ഉണ്ട്. അച്ഛാ, എന്താ വിശേഷം? അച്ഛനിന്ന് കമ്പനിന്ന് പണം കിട്ടി, അതിന്റെ ചെലവാ. അച്ഛാ, അതിങ്ങനെ അലുവലൊന്നും നോക്കാൻ പറ്റില്ല കേട്ടോ. ആ, എന്റെ ബഡ്ജറ്റ് ഇത്രേ ഉള്ളൂ. ബാക്കി എന്താ വെച്ചാ ധനകാര്യമന്ത്രിയോട് ചോദിക്കാം. അമ്മയുടെ ഒരു ചെലവുണ്ട് കേട്ടോ. ചെയ്യാടാ. നമുക്ക് പോയി കളിക്കാം. പാലിനൊക്കെ കൊടുത്തോ? എല്ലാവർക്കും കൊടുത്തു. അപ്പൊ തനിക്കോ? ദേ, ഓക്കെ. എന്താ? ഞങ്ങളുടെ ഹൽവ തീർന്നു. മുത്തശ്ശി തരാലോ. വടക്കും നാഥ, സർവം നടത്തും നാഥ, നിന്റെ നടക്കൽ ഞാൻ. ഇതെന്താ ശിവൻ ആൽത്തറ പ്രതീക്ഷിച്ചിരിക്കുക? ആ, ശ്രീകോവിലിനകത്ത് ഭയങ്കര ചൂടാ, അതുകൊണ്ട് കുറച്ചു സമയം പുറത്തിറങ്ങിയിരിക്കാന്ന് വെച്ചു. എന്താ തൊഴണമെന്ന് തോന്നണുണ്ടോ? എന്നാ തൊഴുതോ.
ഓ നല്ല ചൂടുണ്ടേ. എന്തു പറ്റി? ശിവനും ശക്തിയായിട്ട് പണിയോ? ചെറിയൊരു താണ്ഡവ നൃത്തം കഴിഞ്ഞ് നിൽക്കുക. കണ്ടപ്പോ തോന്നി. തൃക്കണ്ണ തുറക്കാതെ സൂക്ഷിച്ചോളാം കേട്ടോ പാർവതി. പത്മനാഭേട്ടൻ മോനുമായുള്ള പിണക്കമൊക്കെ മാറിയോ? മാറി. വാശി പിടിച്ച് വെട്ടുക്കും തുട്ടാക്കിയ ജയിലിൽ പോയി കിടക്കാം. അല്ലെങ്കിൽ ഒക്കെ ഉപേക്ഷിച്ച് കാശിയിലോ രാമേശ്വരത്തോ പോയി ഭജന ഇരിക്കാം. അല്ലാണ്ട് എന്താ ചെയ്യാ? വയ്യ. ഈ പ്രായത്തിൽ ഇനി തെണ്ടിത്തിരിയാൻ വയ്യ. ഞാൻ നടക്കട്ടെ, ഒരു വഴിപാടുണ്ട്. പാവം. ആ പാവങ്ങള് ധാരാളം ഉണ്ട് ഈ നാട്ടില്. വാ. ഇനിയും പിണക്കം മാറിയില്ലേ മേന്നെ? കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ. ആ എനിക്ക് ഇത്തിരി കുട്ടിത്തോണെന്ന് കൂട്ടിക്കോളൂ. ആശയോടെ വാങ്ങിക്കൊണ്ടുവന്ന അൽവയ. അതിൽ നിന്നൊരു നുള്ളെടുത്ത് മധുരം നോക്കാനുള്ള മോഹം താൻ കാണിച്ചില്ലല്ലോ. ഓ, തിന്നാല് മാത്രമേ രുചി അറിയുള്ളൂ. പിന്നെങ്ങനെയാ ജോലിസ് വെച്ചിട്ടാ? ജോയ്സി ഒന്നും വെക്കണ്ട. കുട്ടികളുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ? മേനോന് അലുവ മാത്രമല്ലല്ലോ കൊണ്ടുവന്നത്. അലുവ എന്ന് പറയണത് മധുര. അത് ഞാൻ കുട്ടികൾക്ക് കൊടുത്തു. സിന്ദൂരം എന്ന് പറയണത് അതെന്റെ അവകാശ. അത് ഞാൻ നിറയിലിട്ടിട്ടുണ്ട്. കണ്ടില്ലേ? ഓ, പറഞ്ഞു തോൽപ്പിക്കാൻ പണ്ടേ തനിക്ക് ഇത്തിരി മിടുക്ക് കൂടും. ബാലന് അടുത്ത് തന്നെ ജോലിക്കയറ്റം കിട്ടുമെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ ഇപ്പൊ ജോലി വേണ്ടാന്ന് വെക്കണേ? ഓ, കയറ്റം കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും സർക്കാർ ജോലിയല്ലേ? പഠിപ്പിന് യോഗ്യതയ്ക്കുള്ള ജോലിയല്ല കിട്ടിയെന്നും പറഞ്ഞ് മനസ്സ് മടുത്ത് നടക്കുക പുള്ളിക്കാരൻ. വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ? നല്ല ഫാഷനുള്ള ഡ്രസ്സുകൾ തയ്പ്പിച്ച് ഫോറിനിലേക്ക് കയറ്റി വയ്ക്കണ എന്തോ ബിസിനസ് ഉണ്ടത്രേ. നല്ല ആദായമുള്ള പണിയാന്നാ ബാലേട്ടൻ പറയണേ. അതിനൊക്കെ ഒരുപാട് പണം വേണ്ടേ മോളെ? 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തുടങ്ങാത്രേ. 1 ലക്ഷോ? ആരോ കുറച്ച് പണം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ ആഭരണങ്ങളൊക്കെ എടുക്കാം. എല്ലാം കൂടി ഒരു 10-50 രൂപ ഉണ്ടാവും. പിന്നെ അച്ഛന് കിട്ടിയെന്ന് ഒരു 50 രൂപയും കൂടെ കിട്ടിയാ അതിപ്പോ ഒരു കടായിട്ട് മതി. എപ്പോഴാ വേണ്ട വെച്ചാ ബാലേട്ടൻ തിരിച്ചു തരാന്നാ പറയണേ. എന്താ? ഞങ്ങൾ മാവ് വരച്ചു. എവിടെ? ദാ. എന്റെ ഈശ്വര, ഇത് മാങ്ങയല്ല, ഒതളങ്ങയാ. വിഷക്കായ. തിന്നോ? ഇല്ല. ഭാഗ്യം. തിന്നാ ചത്തു കേട്ടോ. ബാലേട്ടനും സുമിത്രയുടെയും കൂടി വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ, എന്തെങ്കിലും മനസ്സിൽ കാണാതെ വരില്ലാന്ന്. ബാലേട്ടന് ജോലി ശരിയാക്കി കൊടുക്കാൻ അച്ഛൻ എത്ര പേരുടെ കാല് പിടിച്ചു. അതിന് പണമൊന്നും ചെലവായിട്ടില്ലെന്നാ വിചാരം. നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് പഠിപ്പുണ്ടായിട്ട് എന്താ കാര്യം? അതുപോട്ടെ, സ്ത്രീധനം കൊടുത്ത വകയിൽ എത്ര തുക ചെലവായി? പിന്നെ കുട്ടികളുടെ പ്രസവം 2 സിസേറിയൻ, അതിന് നല്ലൊരു തുക ചെലവായോ? ഓണമെന്നും വിഷു എന്നൊക്കെ പറഞ്ഞ് മേടിക്കണത് വേറെ. എന്നിട്ടിപ്പോ അച്ഛന് കിട്ടിയെന്ന് അവകാശം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. അവകാശമല്ലോ, കടമായിട്ടില്ലേ? എന്തിനാന്ന് കൊടുക്കാൻ പോണേ? അച്ഛനിനി കമ്പനിയിൽ നിന്ന് പണമൊന്നും കിട്ടാൻ പോണില്ലല്ലോ. എന്തായാലും കാലാകാലം നമ്മൾ തന്നെ നോക്കണം രണ്ടാളെ. മാത്രല്ല, രാധികയുടെ കാര്യം ഇനി കിടക്കണു. ഇപ്പൊ എന്ത് വേണം നീ പറയണേ? എന്ത് വേണമെങ്കിലും ആയിക്കോ. നമുക്ക് കിട്ടാനുള്ള പങ്ക് ബാക്കിയുള്ളവരെ തീറ്റിക്കണം എന്തിനാ? മണി 10 എന്താ പറ്റിയേക്കണാവോ? അമ്മേ, ദേ വരുന്നുണ്ട്. കൂടെ എന്താ പറ്റിയെന്നാ തോന്നുന്നേ. ചില്ലറ വെയിറ്റ് ഒന്നും അല്ല. എന്റെ ഈശ്വര, എന്ത് പറ്റി? ഒക്കെ ഇവിടെ തന്നെ വിശദീകരിക്കണോ? ഏട്ടൻ പൊയ്ക്കോ, ഞങ്ങൾ വെച്ചോളാം. പിടിക്കച്ച. ബാക്ക് വീല് സ്റ്റക്കായിന്നാ തോന്നണേ. അയ്യോ, അവൻ ആകെ ദേഷ്യം പിടിച്ച് പോയിരിക്കാ. ചെന്ന് കൊല്ലം വിളമ്പിക്കൂടെ. വണ്ടിക്ക് എന്താ പറ്റിയത്? പറ്റിയതല്ല, പറ്റിച്ചതാ. എന്താന്ന് പറ. അതൊക്കെ പിന്നെ പറയാം. അയ്യോ, ഇവിടെ തിരുവിയോളെ. ശരിയാ, വല്ല പിണ്ണ തലയോട്ടൊന്ന് ആവി പിടിക്കണം, അല്ലെങ്കിൽ നല്ല കൈ പോക്കാൻ പറ്റില്ല. നീ ഒന്നും തിരുമ്പി തരണേ. എന്താടേ? അച്ഛൻ പറഞ്ഞോണ്ട് ഒന്നും ചെയ്യുന്നില്ലേ? അയ്യോ, പട്ടികൾക്കൊക്കെ നല്ല പോരായി. കുറച്ച് കൊതി തീർന്നിട്ടുണ്ടാവും. 4-5 കിലോമീറ്റർ തള്ളി മനുഷ്യന്റെ ഊപ്പാട് വന്നു പോയി. വണ്ടിയല്ലേടാ, ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതല്ലമ്മേ, ഞാനെന്തിനാ ഇനി ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വണ്ടി ഓടിക്കണേ? പിന്നെ ജോലിക്ക് പോണ്ടേ?
വണ്ടി ഓടിച്ചോടിച്ച് ചങ്ക് കലങ്ങി തുടങ്ങി. ബസ്സിൽ പോവാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞോണ്ടല്ലേ അച്ഛൻ വണ്ടി മേടിച്ചു തന്നത്? അതുകൊണ്ട് എന്താ കാര്യം? വണ്ടിയുടെ അവസ്ഥ കണ്ടില്ലേ? ഇത്ര നാളും അങ്ങനെ തന്നെ അല്ലേടാ പോയത്? ഇത്ര നാളെന്ന് പറഞ്ഞ അച്ഛൻ ഇവിടെ ജോലി ഉണ്ടായിരുന്നു. ഇപ്പൊ അച്ഛന് ജോലി ഇല്ലല്ലോ. എന്നാ ശരി, തന്നെ ഒരു വീടെടുത്ത് മാറി താമസിച്ചാലോ എന്ന് ആലോചിക്കുക. മാറി താമസിക്കാനോ? വാടകയ്ക്കോ? നീ എന്തൊക്കെയാ ഈ പറയണേ? വാടകയ്ക്കല്ല, പിന്നെ പറ്റിയൊരു വീട് വാങ്ങിക്കോ പണിയോ എന്തെങ്കിലും ചെയ്യാം. അച്ഛനമ്മ എന്റെ കൂടെ പോരെ? ഞാൻ നല്ല പൊന്ന് പോലെ നോക്കിക്കോളാം. പിന്നെ രാധികയ്ക്കാണെങ്കിൽ അവിടെ നിന്ന് പഠിക്കുകയും ചെയ്യാം. കാര്യമൊക്കെ കൊള്ളാം, പക്ഷേ ഇതിനൊക്കെ എവിടുന്നാ പണം? അച്ഛന് കിട്ടിയ രൂപയില്ലേ? അതിന്ന് 50,000 രൂപ സുമിത്ര ചോദിച്ചിരിക്കുക. ബാലൻ എന്തോ ബിസിനസ് തുടങ്ങാൻ. ആവശ്യമുള്ളപ്പോ തിരിച്ചു തരാന്നാ പറയണേ. ബാക്കി 1 ലക്ഷം ഇല്ലേ അമ്മേ? അതുകൊണ്ട് വീട് കിട്ടൂടാ. ഓരോരുത്തരും ലോൺ എടുക്കാം. അതിപ്പോ അച്ഛൻ എന്താ തീരുമാനിച്ചിരിക്കണെന്ന് അറിയില്ലല്ലോ. രാധികയ്ക്ക് ആലോചന എന്തെങ്കിലും വന്നാ? അവർക്ക് അതിനു വേണ്ടി വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അമ്മേ. എപ്പോഴാവശ്യം എന്ന് വെച്ചാൽ ഞാൻ തിരിച്ചു തന്നേക്കാം. ഇല്ലെങ്കിൽ ശമ്പളം കിട്ടുമ്പോൾ ഒരു തുക ചെയ്ത് അച്ഛന്റെ പേര് ബാങ്കിൽ ഇട്ടോളാം. ഞാൻ അച്ഛനോട് പറയാം.